എന്താണ് കർമ്മസിദ്ധാന്തം? ദൈവം ആകാശത്തെവിടെയോ ഇരിക്കുന്ന ഒരു വ്യക്തിയല്ല എന്നാണ് സനാതനധർമ്മം പറയുന്നത്. അത് പ്രപഞ്ചമാകെ വ്യാപിച്ചു നിൽക്കുന്ന ചൈതന്യമാണ്, സത്യമാണ്. സർവ്വതിനെയും ചൈതന്യവത്താക്കുന്നത് അതാണ്. അതിന് പ്രത്യേകിച്ച് ഒരു രൂപവുമില്ല. എന്നാൽ എല്ലാ രൂപവും അതുതന്നെയാണ്. ഈ പ്രപഞ്ചത്തിന് ഒട്ടാകെ അനശ്വരമായ ഒരു നിയമമുണ്ട്. ആ നിയമം ലംഘിക്കുമ്പോൾ അതിൻ്റെ ശിക്ഷയും കിട്ടും. സാമൂഹിക ജീവിതത്തിൽ നമ്മൾ ഒരു തെറ്റ് ചെയ്താൽ അതിന് ശിക്ഷ നൽകുന്ന കോടതിയും മറ്റുമുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ കോടതി എന്ന് പറയുന്നത് അനശ്വരമായ പ്രപഞ്ച നിയമമാണ്. തീ തൊട്ടാൽ പൊള്ളും എന്നത് അതിലെ നിയമമാണ്. അതിനുള്ള ശിക്ഷയും അപ്പോൾ തന്നെ കിട്ടും. മരത്തിൻ്റെ മുകളിൽ കയറി പിടിവിട്ടു പോയാൽ ഗുരുത്വാകർഷണ നിയമപ്രകാരം താഴെ വീഴും, എല്ലൊടിയും, ചിലപ്പോൾ മരണവും സംഭവിക്കാം. ഇങ്ങനെ ഓരോ കർമ്മത്തിനും അതിൻ്റേതായ ഫലവുമുണ്ട്. ഈ പ്രപഞ്ചത്തിലൊട്ടാകെ നിയമവും നിയന്താവുമായിരിക്കുന്നത് ആ അനശ്വര ശക്തി തന്നെയാണ്. അഗ്നി നമുക്ക് നിത്യജീവിതത്തിൽ അത്യാവശ്യമായ ഒന്നാണ്. എന്നാൽ അത് കൈകാര്യം ചെയ്യുന്നത് ശ്രദ്ധിച്ചായിരിക്കണം, അല്ലെങ്കിൽ പൊള്ളലേൽക്കേണ്ടി വരും. നമ്മൾ ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന അഗ്നി തന്നെ വീട് കത്തുവാനും കാരണമാകും. അതുപോലെ കത്തി നമുക്ക് അത്യാവശ്യമുള്ള വസ്തുവാണ്. എന്തെങ്കിലും മുറിക്കണമെങ്കിൽ കത്തി വേണം. എന്നാൽ അതേ കത്തി തന്നെ ശ്രദ്ധ തെറ്റിയാൽ നമുക്ക് മുറിവേൽപ്പിക്കും. ഒരു ഡോക്ടർ കത്തി കൊണ്ട് ഓപ്പറേഷൻ ചെയ്ത് ഒരാളുടെ ജീവൻ രക്ഷിക്കുന്നു. ഒരാളുടെ ജീവൻ നശിപ്പിക്കുവാനും അതേ കത്തി മതിയാവും. ഭാഷ കൂടാതെ നമുക്ക് ജീവിക്കുവാൻ കഴിയുകയില്ല. നമ്മൾ പരസ്പര വിഷയങ്ങൾ പങ്കുവയ്ക്കുന്നത് ഭാഷയിലൂടെയാണ്. വാക്ക് പിഴച്ചാൽ പല ആപത്തുകളും ഉണ്ടാകും. നല്ല വാക്കാണ് നമ്മിൽ നിന്നും വരുന്നതെങ്കിൽ മിത്രങ്ങളെയും, മറിച്ചാണെങ്കിൽ ശത്രുക്കളെയുമായിരിക്കും സൃഷ്ടിക്കുന്നത്. നമുക്ക് വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ അരി വേണം. അത് കഴിക്കാൻ പാകമാകത്തക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു പ്രയത്നം ആവശ്യമാണ്. അരി കഴുകി വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കണം. എത്ര വിശന്നു പരവശനായിരിക്കുന്ന വ്യക്തിയാണെങ്കിലും പാകം ചെയ്യാതെ ഭക്ഷണം കഴിക്കാൻ സാധിക്കില്ലല്ലോ. സഹിക്കാൻ വയ്യാതെ വിശപ്പാണെന്ന് കരുതി പൊള്ളുന്ന ചൂടോടെ അത് വാരിക്കഴിക്കാനും പറ്റില്ലല്ലോ. അത് തണുക്കുന്നതുവരെ കാത്തിരിക്കേണ്ടി വരും. ഓരോന്നും ഉപയോഗിക്കേണ്ട രീതി മനസ്സിലാക്കി ഉപയോഗിച്ചാൽ മാത്രമേ അത് സന്തോഷപ്രദമാവുകയുള്ളൂ. കർമ്മം ചെയ്യുക, ഫലം അനുഭവിക്കുക, ഇതാണ് ലോകത്തിൻ്റെ നിയമം. ഒരു കർമ്മം നമ്മിൽ നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഫലവും തീർച്ചയായും ഉണ്ടാകും. ഓരോരുത്തരും അനുഭവിക്കുന്നത് അവരവരുടെ കർമ്മഫലമാണ്. നല്ല കർമ്മത്തിന് സുഖവും ദുഷ്കർമ്മത്തിന് ദുഃഖവുമായിരിക്കും ഫലം. ചിലർ സൽക്കർമ്മം ചെയ്തിട്ടും ദുഃഖം വന്നു ഭവിക്കുന്നു. അതിൻ്റെ കാരണം പൂർവജന്മ കർമ്മത്തിൻ്റെ ഫലമായിരിക്കും. ഒരു ചിത്രം വരയ്ക്കണമെങ്കിൽ ചുമര് വേണം. ആ ചുമരിൽ ചിത്രം വരയ്ക്കുന്നത് നമ്മളാണ്. അതിൻ്റെ മികവ് കണ്ട് ചിത്രകാരൻ സന്തോഷിക്കുന്നു. എന്നാൽ മറ്റൊരുവൻ പറയുന്നു ഈ ചിത്രം കൊള്ളില്ലെന്ന്. അപ്പോൾ അയാൾ ദുഃഖിക്കുന്നു. അതെന്തുകൊണ്ടാണ്? തൻ്റെ പ്രവൃത്തി മറ്റുള്ളവർ അംഗീകരിക്കണം എന്ന ഒരു ആഗ്രഹമുണ്ടായതുകൊണ്ടാണ് അത് സംഭവിച്ചത്. എല്ലാവരും അംഗീകരിക്കുകയും വേണ്ടതെല്ലാം മറ്റുള്ളവർ ചെയ്തു തരികയും ചെയ്താൽ ഒരാൾ വളരെയധികം സന്തോഷത്തിലാകും. മറ്റുള്ളവർ വെറുക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുമ്പോൾ അതേ അയാൾ ദുഃഖിതനാവുകയും ചെയ്യും. തൻ്റെ ഭാര്യ തന്നെ വേണ്ട പോലെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുകയാണെങ്കിൽ മാത്രമേ അവൾ തനിക്ക് പ്രിയങ്കരിയാവുകയുള്ളൂ. അല്ലെങ്കിൽ അവൾ ഒരു രാക്ഷസിയാണ്.
ഒരാൾക്ക് തൻ്റെ മകനോട് വളരെയധികം സ്നേഹമാണ്. എന്നാൽ ആ പുത്രൻ എല്ലാ നിലയിലും തനിക്ക് ദുഃഖവും വേദനയുമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ആ പുത്രനെ താൻ വെറുക്കും. നാം മറ്റുള്ളവരിൽ നിന്നും നന്മ പ്രതീക്ഷിക്കുന്നു, സ്നേഹവും പ്രതീക്ഷിക്കുന്നു. അത് കിട്ടാതെ വരുമ്പോഴാണ് വെറുപ്പും വിദ്വേഷവും ഉണ്ടാകുന്നത്. ചുരുക്കി പറഞ്ഞാൽ തന്നെ എല്ലാവരും സന്തോഷിപ്പിക്കണം, സുഖിപ്പിക്കണം എന്ന ആഗ്രഹമാണ് ഓരോരുത്തർക്കുമുള്ളത്. നമ്മൾ സുഖം തേടുന്നത് ബാഹ്യവസ്തുക്കളിലാണ്. താൻ ആഗ്രഹിക്കുന്ന വസ്തുക്കൾ തനിക്ക് ലഭിക്കുമ്പോൾ സുഖവും, ലഭിച്ചില്ലെങ്കിൽ ദുഃഖവുമായിരിക്കും ഫലം. ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് അവനവൻ്റെ സുഖം തന്നെയാണ്. ഭാര്യയിൽ നിന്നായാലും, മക്കളിൽ നിന്നായാലും, സുഹൃത്തുക്കളിൽ നിന്നായാലും, മാതാപിതാക്കളിൽ നിന്നായാലും സുഖം മാത്രമേ ഒരാൾ ആഗ്രഹിക്കുന്നുള്ളൂ. എന്നാൽ നമ്മൾ മറ്റുള്ളവർക്ക് സുഖം കൊടുത്താലേ അത് തിരിച്ചു കിട്ടുകയുള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കാറില്ല. സാധാരണഗതിയിൽ ഈ സ്വാർത്ഥഭാവമാണ് എല്ലാവർക്കുമുള്ളത്. കൊടുക്കുന്നതിൽ സന്തോഷിക്കുന്നവരുണ്ട്, അവരുടെ എണ്ണം വളരെ കുറവായിരിക്കുമെന്ന് മാത്രം. ഭാര്യയിൽ നിന്ന് ഭർത്താവും, ഭർത്താവിൽ നിന്ന് ഭാര്യയും സുഖവും സന്തോഷവുമാണ് പ്രതീക്ഷിക്കുന്നത്. അത് കിട്ടിയില്ലെങ്കിൽ കുടുംബബന്ധം തന്നെ തകരും. സുഖം തരാതെ ഒന്നിനെ ആര് കൊണ്ടു നടക്കും? ഇതിൽ നിന്നും മനസ്സിലാക്കാം എല്ലാവരും അവരവരുടെ സുഖത്തിനു വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന്. നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ മറ്റുള്ളവർക്ക് സുഖം മാത്രം നൽകുവാനും ദുഃഖം കൊടുക്കാതിരിക്കുവാനും നമുക്ക് കഴിയട്ടെ. അപ്പോൾ മാത്രമേ നമ്മിലേക്ക് സുഖം വരികയുള്ളൂ. എല്ലാവരും അവരവരെ തന്നെയാണ് സ്നേഹിക്കുന്നത്. തനിക്ക് തന്നേക്കാൾ പ്രിയമായി മറ്റാരുമില്ല. യഥാർത്ഥത്തിൽ നാം നമ്മെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് സുഖവും സന്തോഷവും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നാം മറ്റുള്ളവരെ സ്നേഹിക്കുകയും അവർക്ക് സുഖവും സന്തോഷവും നൽകുകയും വേണം. അപ്പോഴേ നാം നമ്മെ സ്നേഹിക്കുന്നു എന്ന് പറയുവാൻ സാധിക്കുകയുള്ളൂ. കൊടുക്കുന്നതേ കിട്ടുകയുള്ളൂ. അത് ഈ പ്രപഞ്ച നിയമമാണ്. നമുക്ക് സുഖവും സന്തോഷവും കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ദൈവത്തെ പഴിച്ചതുകൊണ്ടോ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയത് കൊണ്ടോ കാര്യമില്ല. കാരണം എല്ലാം തുടങ്ങേണ്ടത് നമ്മിൽ നിന്നാണ്. ലോകം നന്നാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം നമ്മൾ നന്നാവണം. ഓരോ വ്യക്തിയും ഈ രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ മാത്രമേ സമൂഹം നന്നാവുകയുള്ളൂ. സമൂഹം നന്നായാൽ രാജ്യവും നന്നാവും, രാജ്യം നന്നായാൽ ലോകവും നന്നാവും. ബാഹ്യവസ്തുക്കളിൽ നിന്നും കിട്ടുന്ന സുഖം പിന്നീട് നമുക്ക് ദുഃഖം തരുന്നവയാണ്. ബാഹ്യമായി കിട്ടുന്ന എല്ലാ സുഖങ്ങളും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെ സുഖദുഃഖങ്ങൾ നിറഞ്ഞതാണ്. അതായത് സുഖമാവുന്ന പേപ്പറിൽ പൊതിഞ്ഞ ദുഃഖമാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ലോകജീവിതത്തിൽ എന്താണ് അർത്ഥമുള്ളത് എന്ന് ചിന്ത നമ്മിൽ വന്നേക്കാം. എന്നാൽ അതിനൊരു ഉത്തരമുണ്ട്. ഓരോ മനുഷ്യരും അനന്തമായ ശാന്തിയുടെയും സന്തോഷത്തിൻ്റെയും ഉടമസ്ഥനാണ്. ഓരോരുത്തരുടെയും ഉള്ളിലാണ് സുഖമിരിക്കുന്നത്. ബാഹ്യമായി സുഖം തേടുന്നത് നിർത്തി ആന്തരിക സൗഖ്യത്തെ അന്വേഷിക്കുമ്പോഴാണ് അതിനെ കണ്ടെത്തുന്നത്. അതിനൊരാൾ എല്ലാ രീതിയിലും നല്ലവനാകേണ്ടതുണ്ട്. സ്വാർത്ഥതയും അഹങ്കാരവുമെല്ലാം ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ബാഹ്യമായി എല്ലാം ത്യജിക്കുന്ന ഒരാൾക്ക് ഒരു നാൾ അവൻ്റെ ഉള്ളിലെ ആനന്ദത്തെ കണ്ടെത്താൻ സാധിക്കും. അതൊരിക്കൽ കണ്ടെത്തിയാൽ പിന്നീട് അതൊരിക്കലും നശിക്കുന്നതല്ല. അത് നമുക്ക് ദുഃഖത്തെ തരുന്നതല്ല. എല്ലാ ദുഃഖങ്ങളും അവിടെ അവസാനിക്കുന്നു. അത് നിത്യമാണ്. നമ്മുടെ എല്ലാവരുടെയും യഥാർത്ഥ സ്വരൂപമാണ്. അത് കണ്ടെത്താനുള്ള പരിശ്രമമാണ് ആവശ്യം. ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളിലും അന്തര്യാമിയായിരിക്കുന്നത് ഒരേ ഒരു സത്യമാണ്. എല്ലാറ്റിനെയും അതാക്കി നിർത്തുന്നതും ആ സത്യമാണ്. ആ സത്യം നിത്യമാണ്, മാറ്റമില്ലാത്തതാണ്. സകല സുഖവും അതിലാണിരിക്കുന്നത്. ഈ സത്യം തിരിച്ചറിയാതെ
സുഖം പുറത്ത് തിരയുകയായിരുന്നു ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. ആ സത്യത്തെയാണ് ആത്മാവെന്നും ദൈവമെന്നും നമ്മൾ പേരിട്ട് വിളിക്കുന്നത്. ആനന്ദസ്വരൂപനായ ആ സത്യം തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും യഥാർത്ഥ സ്വരൂപം. ദൈവം കർമ്മസാക്ഷിയാണ്. നമ്മൾ ജന്മാന്തരങ്ങളായി ചെയ്തു കൂട്ടിയ കർമ്മബന്ധങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അതിൽ നിന്ന് മുക്തനാകണമെങ്കിൽ ഓരോരുത്തരും സ്വയം തയ്യാറാകണം. തന്നെ രക്ഷിക്കുവാൻ തനിക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ചെയ്തുപോയ ദുഷ്കർമ്മങ്ങൾക്ക് പരിഹാരം സത്കർമ്മം തന്നെയാണ്. കാര്യങ്ങൾ വ്യക്തമായി ഗ്രഹിച്ചവൻ തൻ്റെ ഉള്ളിലെ ആനന്ദത്തെ കണ്ടെത്താൻ ശ്രമിക്കുന്നു. അവൻ ഒന്നിൻ്റെയും പിറകെ പോകുന്നില്ല. മാനാപമാനങ്ങളെയും സുഖദുഃഖങ്ങളെയും ഒന്നും അവൻ ഗൗനിക്കുന്നില്ല. അതിൻ്റെയൊക്കെ പൊള്ളത്തരം അവൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. എല്ലാം തൻ്റെ ഉള്ളിൽ തന്നെയാണെന്ന് അവൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ പേരിലും മതത്തിൻ്റെ പേരിലും അടികൂടുന്നിടത്തേക്കൊന്നും അവൻ പോകില്ല. ഇവിടം നരകതുല്യമാക്കിയിട്ട് ആകാശത്തെവിടെയെങ്കിലും ഒരു സ്വർഗമുണ്ടെന്ന് വിശ്വസിക്കാൻ അവൻ്റെ അറിവ് സമ്മതിക്കുന്നില്ല. തത്വമറിയാതെ ആരാധനയോ ഭക്തിയോ ഒന്നും തന്നെ ഒരുവനെ രക്ഷിക്കാൻ പോകുന്നില്ല. അവനവനിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് മറ്റുള്ളവരിൽ ആശ്രയത്വം തേടുന്നത്. തൻ്റെ ബുദ്ധിക്ക് നൈർമല്യം വരുമ്പോൾ എല്ലാം തനിക്ക് താനേ ബോധിക്കും. തൻ്റെ വിശപ്പ് മാറണമെങ്കിൽ താൻ തന്നെ ഭക്ഷണം കഴിക്കണം. അത് തനിക്ക് വേണ്ടി മറ്റാർക്കും തന്നെ ചെയ്യാൻ കഴിയില്ല. അതുപോലെ തൻ്റെ അജ്ഞാനം മാറണമെങ്കിൽ തന്നിൽ തന്നെ ജ്ഞാനോദയം ഉണ്ടാകണം. പുറമെ എത്ര വെളിച്ചമുണ്ടായിരുന്നാലും ഉള്ളിൽ ഉണർവില്ലെങ്കിൽ അന്ധകാരത്തിൽ തന്നെ കഴിയേണ്ടി വരും. അതുകൊണ്ട് സ്വയം ഉണരുക, അതാണ് മഹത്തായ കാര്യം.